ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട് ഗംഗയാണ്. അപ്പം ഞാനും ഗംഗയും കൂടെ ഇന്ന് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു പാർക്കിലേക്ക് പോവാണ്. എനിക്കറിയാമോ എവിടെയാണ്? ഓക്കെ, മാപ്പ് നോക്കി ഞങ്ങളൊരു പാർക്കിൽ പോവാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് നമുക്ക് കുറച്ച് റീൽസ്, ഫോട്ടോസ്, പിന്നെ യൂട്യൂബിൽ ഇതാ ഒരു വീഡിയോ, അങ്ങനെയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, എന്നാലിപ്പോൾ നമ്മൾ പാർക്കിലോട്ട് പോകുന്നു. അവിടെ എത്തിയിട്ടറിയാം, നല്ല വെയിലുണ്ട്. ഞങ്ങൾ ഇന്ന് രാവിലെയൊക്കെ പ്ലാൻ ചെയ്തതാണ്, പക്ഷെ പ്ലാൻ ചെയ്തതുപോലെയൊക്കെ നടക്കുമെന്നൊന്നും അറിയത്തില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം അല്ലേ. നമ്മൾ സ്റ്റാൻഡൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ സ്റ്റാൻഡ് ഉണ്ട്, അത് വീട്ടിലുണ്ട്. അത് എവിടെ ഇരിക്കണം എനിക്ക് പറഞ്ഞൂടാ, നോക്കിയിട്ട് കാണാനില്ല. രാവിലെ എന്നെ വിളിച്ച് യൂട്യൂബ് ചാനലൊന്ന് പരിപോഷിപ്പിച്ചെടുക്കണമെന്നും കുറച്ച് വീഡിയോസ് എടുക്കണമെന്നും ഞാൻ സ്റ്റാൻഡൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാമെന്നും ഒക്കെ പറഞ്ഞ് ബൂസ്റ്റ് ചെയ്ത് ആവശ്യമില്ലാത്ത മോട്ടിവേഷൻ തന്ന് അപ്പുക്കുട്ടൻ എന്നെ പറ്റിച്ചോണ്ടിരുന്നതായിരുന്നു. എന്നിട്ട് ഇവിടെ ഓൾറെഡി ഒരു കുഞ്ഞു സ്റ്റാൻഡ് ഉണ്ട്, ഇപ്പൊ കയ്യിലുണ്ട് ട്രൈപോഡ്. അത് അതെ, ഈ ട്രൈപോഡിന്റെ കഥ നമുക്ക് വ്യൂവേഴ്സിന്റെ അടുത്ത് പിന്നെ പറഞ്ഞു കൊടുക്കാം, ഞാൻ കൊണ്ടുവന്ന ട്രൈപോഡിന്റെ കഥ. അപ്പോൾ അങ്ങനെ എന്നെ പറ്റിച്ച് ഇവിടം വരെ എത്തിയപ്പം, വീട്ടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ പറയാ ട്രൈപോഡ് കാണുന്നില്ലെന്ന്. പക്ഷേ എൻ്റെ കയ്യിലൊരു 2 കിലോ ട്രൈപോഡ് ഉണ്ട്. അത് വെച്ചാണ് ഞങ്ങളിപ്പോൾ വീഡിയോസ് എടുത്തോണ്ടിരിക്കുന്നത്. അതെ, എല്ലാ യൂട്യൂബേഴ്സിന്റെയും സ്റ്റാർട്ടിങ് ഇങ്ങനത്തുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നൊക്കെ ആണല്ലോ. എനിക്ക് മുട്ട ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടി മേടിച്ച ചോക്ലേറ്റ് ആയിരുന്നു ഇത്. പക്ഷേ അതെ, ഞാൻ പകുതി കഴിച്ചില്ല, പകുതി എന്ന് പറയാം. പക്ഷെ അതിന്റെ ബാക്കി ഞാൻ ഇവിടെ ഇവർക്ക് കൊണ്ടുവന്ന് കൊടുത്തു. ഞാൻ ഡയറ്റിലാണ്, ഞാൻ കറക്റ്റ് പ്രോപ്പർ ഡയറ്റാണ് ഇപ്പം. അങ്ങനെയൊക്കെ പോകുന്നല്ലേ, നല്ല വെയിലുണ്ട്. ബാക്കി നമുക്ക് പാർക്കിലെത്തിയിട്ട് കാണാം. ഫൈനലി നമ്മൾ നമ്മുടെ കിങ്സ്റ്റൺ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. പാർക്ക് എന്ന് പറയുമ്പോ ഭയങ്കര വിശാലതയായിട്ടൊക്കെ ഉണ്ട്, എന്നാലും ഭയങ്കര നല്ല പാർക്കാണിത്. കുറെ നമുക്ക് പിള്ളേർക്ക് പറ്റിയതാണ്, പക്ഷെ കുറെ സാധനങ്ങളുണ്ട് ഇവിടെ. നമുക്ക് തൂങ്ങി പോയൊരു സാധനമുണ്ട്. ആണോ? അത് ഞാനിവിടെ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ വന്നിട്ട് ഞാൻ കേറിയിട്ടില്ല, എനിക്ക് കേറാൻ ഒരു മടിയായിരുന്നു, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് എന്നാലും കയറണം എന്ന് പറഞ്ഞാൽ ഞാൻ നമുക്കിപ്പോൾ സമ്മർ ആയതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. ഞാൻ കഴിഞ്ഞ എന്താ പറയുക, വിൻ്റർ ടൈമിലൊക്കെ വന്ന ഒരു റീൽസ് എടുക്കാൻ വന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോഴും കൊള്ളാം, പക്ഷേ ഇച്ചിരി പച്ചപ്പൊക്കെ കുറവാണ്. അപ്പോൾ നമ്മൾ എന്താ എടുക്കാൻ പോകുന്നേ? 2-3 വീഡിയോ ഗംഗയ്ക്ക് ഒരു ചാനലുണ്ട് കേട്ടോ, സ്വന്തം പേരിട്ടിട്ട് ഒരു ചാനലുണ്ട്. നമ്മുടെ പേരല്ലേ ഗംഗ ഗിരീഷ് എന്നാണ് പേര്. ഇവളുണ്ടല്ലോ, ഇവള് സബ്സ്ക്രൈബേഴ്സിനെ ഒപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. എനിക്ക് ആകെ 500 സബ്സ്ക്രൈബേഴ്സിനെ ഒപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആരെങ്കിലും ഫോൺ എടുക്കുക, അവരുടെ ഫോണിൽ നിന്ന് സ്വന്തം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും നാളായിട്ട് അറിയാം, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ പക്ഷെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്നത്, ഞാൻ ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കും. അത് ഓപ്പൺ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവര് ചെയ്തോട്ടെ, ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. ഞാൻ കണ്ടുടനെ ചെയ്യും. അതെ. പക്ഷെ എന്റെ യൂട്യൂബിൽ അധികം വീഡിയോസ് ഒന്നും ഇല്ല, കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. ഞാൻ UK വരുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വീഡിയോസൊക്കെ എടുക്കണം, പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എന്താ പറയാ, ടൈം കിട്ടിയില്ല. ഒന്നാമത്തെ കാര്യം, ഒരു എന്തോ ഒരു സ്റ്റേജ് ഫിയർ പോലത്തെ ഉള്ള ഒരു സംഭവം, ആൾക്കാർ ശ്രദ്ധിക്കുന്നു, അങ്ങനെ. അതെ, നമ്മൾ ഇവിടെ വന്നിട്ട് പാർട്ട് ടൈം ജോബൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ചിലപ്പോൾ ടൈം കിട്ടാറില്ല. പക്ഷെ ഞാൻ കുറെ ട്രാവലൊക്കെ ചെയ്തതാണ്. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു, അന്ന് ട്രാവൽ ചെയ്ത സമയത്തൊക്കെ കുറെ വീഡിയോസ് ഒക്കെ എടുത്ത് ഇട്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ. അതാണ്. എങ്ങനെ എനിവേ ഇവിടെ വരെ എത്തി നിൽക്കുന്നു. പിന്നെന്താ ഗംഗെ, നമ്മുടെ ഭാവി പരിപാടികൾ ഇങ്ങനെ നടന്നാൽ മതിയോ? അതല്ല, ഭയങ്കര വെയില്. എനിക്ക് വൈകിട്ടല്ലോ ഇറങ്ങിയാൽ മതിയായിരുന്നു തോന്നി. നല്ല വെയിലുണ്ട് ഗൈസ്. ഞങ്ങൾ ഇറങ്ങിയ സമയം, പക്ഷെ ഇത് ഇവിടുത്തെ സമയം 11:30 ആയതുള്ളൂ രാവിലെ. അതെ, ഇപ്പൊ നാട്ടില് ടൈം 11:30, അല്ല സോറി, ഇപ്പൊ UK ടൈം 11:30.
നാട്ടില് 3:54 ആയതേ ഉള്ളൂ. അത്രയും ഡിഫറൻസ് ഉണ്ട്. നല്ല വെയിലാണ് ഇവിടെ. ഈ വെയിലാണെന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് വെയിലായതുകൊണ്ടാണ്. ഇവിടെ ഇപ്പൊ 4 മണിക്ക് നേരം വെളുക്കും, രാത്രി 9:30 സൂര്യൻ. ഞാനുണ്ടല്ലോ, ഞാൻ രാത്രി 9 മണിക്ക് വന്ന് കിടന്നുറങ്ങിയിട്ട് ഞാൻ രാവിലെ 3-3:30 ആകുമ്പോഴത്തേക്കിനും മറ്റേ വെയിലടിച്ചിട്ട് ഞാൻ എഴുന്നേക്കും. ഇവിടുത്തെ അവസ്ഥ അതാണ് ഗൈസ്. ഞാൻ തണുത്തിട്ട് ബാത്റൂമിൽ പോകാൻ വേണ്ടി എണീക്കും. ചില ദിവസം പിന്നെ ഉറങ്ങത്തില്ല. അതെ, ഉറക്കം പോയി. അതെ, അങ്ങനെയുള്ള അവസ്ഥയാണ്. പക്ഷെ കുഴപ്പമില്ല. UK വന്നിട്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. ട്രെയിൻ പോകുന്ന സൗണ്ട് ഇല്ലേ? എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഒക്കെയാണ് UK വന്നിട്ട് ഉണ്ടായിട്ടുള്ളത്. എനിക്കെല്ലാം പോസിറ്റീവായിട്ട് കിട്ടിയ ഒരു സ്ഥലമാണ് UK എന്ന് പറയുന്നത്. അതെ, ഗംഗ വന്നിട്ട് ഇപ്പൊ എത്ര ഇയേഴ്സ് ആവുന്നുണ്ട്? ഗംഗ വന്നിട്ട് ഇവിടെ 1 വർഷമായില്ല. ഓഗസ്റ്റ് 1 വർഷമാവും. ഓഗസ്റ്റ് 10 മാസം ആവും ആയി. അതെ, അത് 10 months ആവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ വന്നത് 2022 ഫെബ്രുവരി 6 ഞാൻ UK വരുന്നത്. അപ്പോ ഏതാണ്ട് അറൌണ്ട് 3 years ആവുന്നുണ്ട്. പക്ഷെ ഈ 3 yearsനടുത്ത് എന്താ പറയാ, കുറച്ച് നല്ല ഒരു 80% ഗുഡ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ ഏത് കാര്യത്തിനും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിന്റെ ബാക്കി ഇതിന് വേണ്ട ഒരു വീഡിയോ ഇന്ന് എടുക്കുന്നുണ്ട്. അത് ഇടും. അതെ, അപ്പൊ ഇതിന്റെ നമ്മള് പാർട്ട് 2 ഉണ്ടായിരിക്കും. അപ്പൊ ശരിക്കും ചേച്ചി അത് ഇൻഫോർമേറ്റീവ് വീഡിയോ ചേച്ചിയുടെ എക്സ്പീരിയൻസ് ചെയ്യും. അതെ, അപ്പൊ അതിലൂടെ ബാക്കി പറയും മതി. അതെ, ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പൊ ബൈ ഗൈസ്. അപ്പൊ നമ്മുടെ വീഡിയോസ് എല്ലാം ഞങ്ങൾ ഒരുവിധം ഒരു പകുതി കൂടുതൽ എടുക്കണം ചേച്ചി വീഡിയോസ് എടുത്തു. അതെ, ഇത് ഒരു വ്ളോഗാണല്ലോ. കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് കോൺഫിഡൻഷ്യൽ ആണ്, അത് നമുക്ക് പുറത്തുവിടാൻ പറ്റത്തില്ല. അല്ലാതെ വീഡിയോ എടുത്തു. പിന്നെ എനിക്കൊരു റീല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാട്ട് കുറെ നാളോട് നോക്കി വെച്ചിരിക്കുന്നു. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നാൽ മതി. അങ്ങനെ റീൽ എടുത്തു. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് വരാനുണ്ട്. ഞാൻ ഇന്ന് റീലൊന്നും എടുത്തില്ല. എനിക്ക് ഇന്ന് റീൽ എടുക്കാം. നമുക്ക് അപ്പൊ ചേച്ചിയുടെ എക്സ്പീരിയൻസ് ചേച്ചി ഷെയർ ചെയ്തു. അതുപോലെ ഇപ്പൊ എനിക്ക് എന്റെ ചാനൽ ഇടാൻ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. ചേച്ചിയുടെ എക്സ്പീരിയൻസ് ഇല്ല. അത്ര ഇൻസ്പിറേഷണൽ അതും അല്ല എന്റേത്. അത് മാത്രല്ല, എല്ലാ എക്സ്പീരിയൻസും ഒറ്റയടിക്ക് പറഞ്ഞു തന്നാലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് ഇടണം. പക്ഷെ അത് ഇതുവരെ എടുത്തില്ല. നമ്മളിപ്പോ ഇത്തത് കഴിഞ്ഞത് അപ്പൊ നമ്മൾ കാണും. അത് ശരിയല്ലേ, നമുക്ക് ഓരോരുത്തർക്കുള്ള എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആയിരിക്കും. കാരണം എനിക്കിപ്പോ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. മാത്രല്ല ഒരുപാടുണ്ട് എൻ്റെ. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. അതെ, Q&A പോലെ ഞാൻ ചോദിച്ചതിനൊക്കെ ചേച്ചി ഉത്തരവുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആണത്. അപ്പൊ അതുപോലെ ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ് ഡിഫറെന്റാ. കാരണം ഞാൻ വന്ന ഇയർ 2024 സെപ്റ്റംബർ. അപ്പൊ വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ കുറച്ച് ഇമിഗ്രേഷൻ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ വന്നതിനെക്കാട്ടി ഞാൻ വന്ന ടൈമിനെക്കാട്ടി ഒരുപാട് വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. കാരണം കുറെ റൂൾസ് മാറി. ഇവരുടെ റൂൾസ് ഒക്കെ ഇവർ വന്നപ്പോൾ റൂൾസ് അല്ല നമ്മൾ വന്നപ്പോൾ റൂൾസ്. അപ്പൊ അങ്ങനെ കുറച്ച് എല്ലാ എക്സ്പീരിയൻസ് അല്ലെങ്കിലും നമുക്ക് പറയാൻ തോന്നത്തില്ലേ. അപ്പൊ ആദ്യമൊക്കെ എനിക്കൊരു മടിയായിരുന്നു ഇങ്ങനെ പറയാം. ഞാൻ ഇതൊരു എടുത്തില്ല, ചേച്ചി എടുത്തു. അപ്പൊ എനിക്ക് ഇന്ന് ആദ്യമായിട്ട് ചേച്ചിയുടെ ഫുൾ ഒരു എക്സ്പീരിയൻസ് കേൾക്കണം. അപ്പൊ എനിക്ക് എന്നെ തോന്നിയത് ബാക്കിയുള്ളവർക്ക് എന്തായാലും ഇൻസ്പിറേഷൻ. എന്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എന്ത് തോന്നുന്നു? അത് ആ വീഡിയോയുടെ അതെ കേൾക്കുമ്പോൾ മനസ്സിലാവും. കാരണം വീഡിയോ എടുത്തേക്ക് നല്ലതായിട്ട് എടുക്കാനൊക്കെ പറ്റും. പക്ഷെ എടുക്കാൻ മടിച്ചിരിക്കുവായിരുന്നു. നമ്മളെല്ലാവരും അങ്ങനെയാണ്. കഴിയുമ്പോൾ ചേച്ചിക്ക് ഫുൾ ടൈം വർക്കാം, എനിക്ക് പാർട്ട് ടൈം ചെയ്യുമ്പോഴേ ഞാനൊരു ശവശരീരമായിട്ട് മാറാൻ പറ്റി തോന്നുന്നു. അപ്പൊ പിന്നെ ഫുൾ ടൈം വർക്കുള്ളതിനെ പറ്റി പറയാതിരിക്കണ നല്ലത്. അപ്പൊ ടൈമില്ല. കുറെ നാളോട്ട് നമ്മൾ വിചാരിക്കണം എപ്പോഴെങ്കിലും പുറത്തോട്ട് പോകണം. ഋതുവും വരണം വിചാരിച്ചു. പക്ഷെ അവർക്ക് ഷിഫ്റ്റ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇന്ന് കുറെ നാൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ, ഋതു. ഗംഗയുടെ റൂംമേറ്റ് ആണ് ഋതു. അവൾക്കും ചാനലുണ്ട്. അവൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. അവളിങ്ങനെ നമുക്കിപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്തില്ല ആരും ചേച്ചി എന്ന് പറയാൻ ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പൊ ആരെങ്കിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവരെങ്കിലും ചെയ്യുമല്ലോ. എപ്പോഴും ഗംഗ എന്റെ വർക്ക് പ്ലേസിൽ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ വരുന്ന കുട്ടിയാണ്. അപ്പൊ എപ്പോഴും എൻ്റെ അടുത്ത് പറയും, ചേച്ചി യൂട്യൂബ് ചാനലിൽ ചേച്ചി അത് വീഡിയോസ് ഒക്കെ ഇടണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മൾ രണ്ടും അടുത്തടുത്ത വീടുകളിലാണ് താമസിക്കുന്നത്. അപ്പൊ എപ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മടിയാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് അങ്ങ് മോട്ടിവേറ്റ് ചെയ്ത് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ അങ്ങ് ഇടാം. പക്ഷെ ഒരെണ്ണം എടുക്കണമെന്ന് വെച്ചിട്ട് 2-3 വീഡിയോസ് എടുത്തു. നമ്മള് റീൽസ് എടുത്തു, വീഡിയോസ് എടുത്തു. പക്ഷെ ഇതുപോലെ ടൈം കിട്ടുമ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ വിചാരിക്കരുത് അയ്യോ ആരും കാണുന്നുണ്ടോ എന്ന് വിചാരിച്ച് നമുക്ക് മടി തോന്നും. പക്ഷെ അങ്ങനെ എനിക്ക് ആ മടിയില്ല. പക്ഷെ എനിക്ക് തളർച്ചയാണ്.
ക്ഷീണമാണ്, അതിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും ശരിക്കും സത്യം പറഞ്ഞാൽ ഉള്ളവർക്ക് മടിയെന്ന് നമുക്ക് പറയാൻ പറ്റൂല. മടി കാണും, പക്ഷെ നമ്മൾ അത്രയും ക്ഷീണിക്കുന്നുണ്ട്. അല്ല, നാട്ടിലെ കൂട്ടല്ലല്ലോ, നമ്മളിവിടെ 12 hours ആണ് വർക്ക് ചെയ്യുന്നത്. കൂടുതൽ ആൾക്കാരും 12 hours ആണ് ഒരു ഡെയിലി 12 hours ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള നമുക്ക് ക്ഷീണവും കാര്യങ്ങളും വരും. 4 ഷിഫ്റ്റ് ഉണ്ട്, കണ്ടിന്യൂസ് 1 week 4 ഷിഫ്റ്റ് ഒക്കെ എടുത്തിട്ട് വരുമ്പോഴത്തേക്കിനും നമ്മളൊരു വഴിയാവും. പിന്നെ നമ്മള് കൊറേ എനിക്ക് തോന്നുന്നു ഇപ്പൊ അതൊക്കെ നമ്മൾ ഡെയിലി അങ്ങനെ ഫുൾ ടൈം ചെയ്യും. പക്ഷെ എനിക്കിപ്പം വെക്കേഷൻ ടൈമിൽ ഫുൾ ടൈം വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ തന്നെ ഞാൻ ഇങ്ങനെ ഞാൻ ഫുൾ ടൈം ചെയ്യുമെന്നായിപ്പോയി. നമുക്ക് അതിനനുസരിച്ചുള്ള ഇൻകം വരും, പക്ഷെ ആ ചെയ്യുന്ന ഇൻകം സാലറി വന്ന കാണുമ്പോൾ അതാണ് നമുക്ക് മോട്ടിവേഷൻ. അതെ, ഞാൻ ഞങ്ങക്ക് ഡെയിലി സാലറി കയറുന്നത് കാണാൻ പറ്റും. അപ്പൊ എനിക്ക് പോവാൻ മടി തോന്നുമ്പോ ഞാനത് എടുത്തു നോക്കും. അപ്പൊ ഞാൻ വിചാരിക്കും, അയ്യോ ഞാനിന്ന് പോയില്ലെങ്കിൽ എന്റെ അത്രയും സാലറി കുറയുമല്ലോ. എനിക്ക് അങ്ങനെ കാണാൻ പറ്റത്. എനിക്ക് വീക്കിലി എല്ലാ ഫ്രൈഡേ എനിക്ക് സാലറി വരും. ഇന്ന് എനിക്ക് വന്നു, ഇന്ന് ഫ്രൈഡേ ആണ്, ഇന്ന് സാറ്റർഡേ ആണ്, സോറി ഇന്നലെ സാലറി വന്നു. അപ്പൊ ഞാൻ ഇന്നിങ്ങനെ നോക്കുക. അപ്പം ഇത് കാണുമ്പോ ആ പൈസ ഇത്രയും സേവ് ആയല്ലോ എന്ന് തോന്നുമ്പോ നമ്മൾ അറിയാതെ പിന്നെയും ജോലി പറഞ്ഞ ഒരു പ്രത്യേകതരം ലൈഫാണ് നമുക്ക്. ആ ലൈഫിനിടയിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനേ പറ്റുമല്ലേ. ഇതൊക്കെയാണ് ഞങ്ങളുടെ നമ്മളിപ്പോ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണതും അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ കളിയാക്കുക ചെയ്യാതിരിക്കരുത്. ഇപ്പൊ വേറെ ആരും ഉണ്ടെങ്കിൽ ചെയ്യാതിരിക്കരുത്. കാരണം എല്ലാവരും നമ്മളെ കളിയാക്കും, എന്ത് കണ്ടാലും കളിയാക്കും. കളിയാക്കിക്കോട്ടും. അതെ, അതാണ് ഞങ്ങളുടെ മോട്ടിവേഷൻ. അപ്പോ ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.